നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ത്തിന്റെ നടയില് പിച്ചക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവനെ കണ്ടല്ലോ. അതവന്റെ ഒരു നേർച്ചയായി നടത്തുന്നത് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഒരു വേലക്കാരിക്ക് വേണ്ടി. അവനെ പോലെ ഒരുത്തനെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലല്ലേ? അല്ല, ഇത് ആരുടെ നേർച്ചയാ? അവളുടെ അച്ഛൻ നേർന്നതാ. സൂര്യ നടത്തുന്നതാണ് ഉചിതമെന്ന് ആദിശേഷൻ തിരുമേനി പറഞ്ഞു. വായില് സ്വർണ്ണ കറണ്ടിയായിട്ട് ജനിച്ചതാ അവൻ. ഈ ലോകത്ത് മറ്റാർക്കും കിട്ടുന്നതിലും സൗകര്യം കൊടുത്ത് വളർത്തിയതാ ഞാൻ അവനെ. അങ്ങനെയുള്ള ഒരുത്തൻ സുദേവനെ പോലുള്ള തെരുവ് തണ്ടിയുടെ നേർച്ച നടത്താൻ ചെന്നിരിക്കുന്നു. സൂര്യ അവിടെ ഇരിക്കുന്നത് പരിചയമുള്ള ആരെങ്കിലും കണ്ടാലേ എന്താ സംഭവിക്കുക? നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികളോ ഏതെങ്കിലും മീഡിയക്കാരോ കണ്ട അത് നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഡാഡി ആലോചിച്ചോ? അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് ഡാഡിക്ക് അറിയോ? ഡാഡി എന്തിനടി അതൊക്കെ അറിയുന്നേ? ആര് നാണം കെട്ടാലും ആരുടെ മാനം പോയാലും വേലക്കാരുടെ ജീവന ഈ ഡാഡിക്ക് പ്രശ്നം. ഇത് മോശമായി പോയി അങ്കിളെ. സൂര്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അങ്കിള് വിലക്കണമായിരുന്നു. അതിന് സൂര്യ ചെയ്യാൻ തീരുമാനിച്ചെന്ന് ആരാ വിജയോട് പറഞ്ഞ്? തീരുമാനിച്ചത് ഡാഡി തന്നെയാ. ഡാഡി എന്തു പറഞ്ഞാലും അവ അനുസരിക്കുമല്ലോ. നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് പോയത്? നമ്മള് പോയതാണ് ഇപ്പൊ കുഴപ്പം. ഞങ്ങൾക്കറിയോ വഴിയിൽ പിച്ച തണ്ടാൻ ഇരിക്കാൻ ഇവിടെ നിന്ന് ഒരുത്തൻ പോയിരിക്കുകയാണെന്ന്. അല്ല, നിങ്ങൾക്ക് ഇനി എന്താ ഉദ്ദേശം? തിരിച്ച് അവനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അതോ പിച്ചക്കാരുടെ കൂട്ടത്തിൽ കൂടാൻ പറഞ്ഞിട്ടുണ്ടോ? ആയുഷ്കാലം ഒരുത്തനെ യാചകനായിട്ട് അങ്ങോട്ട് ഇരുത്താനാണോ ആ സുദേവന്റെ നേർച്ച? പത്മ, നിങ്ങൾ ഈ പറയുന്ന അഭിമാന പ്രശ്നം ഇക്കാര്യത്തിൽ എനിക്ക് കാണാനാവുന്നില്ല. മനസ്സറിഞ്ഞ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ ഭാര്യയോടുള്ള അവന്റെ സ്നേഹമാണ് അവൻ കാണിക്കുന്നത്. അതൊന്നും എനിക്ക് വിലക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ അവക്ക് വേണ്ടി കുറച്ച് പിച്ചക്കാര് ഈ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തിയത്? അതിനേക്കാൾ വലിയ നാണക്കേടാ ഇപ്പൊ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ഇവള് പറഞ്ഞതുപോലെ ഏതെങ്കിലും മീഡിയ അറിയോ ഇത് കവർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ആയിട്ട് വരെ ചെയ്ത പത്മയുടെ തനി സ്വഭാവം അച്ഛനും മോനും ഞാൻ കാണിച്ചു തരും. എന്താ നിങ്ങളെ കാണിക്കുന്നേ? ആഹാ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരുന്നൂടെ? അവൾ അവിടെ ബോധമില്ലാതെ കിടക്കാന്നുള്ളത് ശരി തന്നെ. അയ്യോ, പക്ഷേ അവള് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. വന്ന് പരിശോധിച്ചവരെല്ലാം അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞതാ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവളെ കൊല്ലണോ? ചാവിട്ടടി. അവൾ ഇവിടെ കിടന്ന് ചത്താലും ഞങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവും ഇല്ല. മാഡം, ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് കുറ്റമാണോ? ആരുടെ മുന്നിൽ നാണം കെട്ടാലും ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണോ? ജീവിതത്തില് എല്ലാവരും ഇത്തരം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. മാഡത്തിന് വേണ്ടിയും മാഡത്തിന്റെ ഭർത്താവും ചെയ്തിട്ടുണ്ട്. നിർത്തി. ഈ വീടിന്റെ അകത്ത് കയറി വന്ന് നീ മമ്മിയെ ചോദ്യം ചെയ്യുന്നോ? പറയട്ടെ, അവള് പറയട്ടെടി. അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഡാഡി. എന്റെ മകൻ സൂര്യ നിന്റെ ഭർത്താവിന്റെ സുഹൃത്തായിപ്പോയി. അതാ സത്യം. അവൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കുമ്പോഴും നിന്റെയൊക്കെ സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോഴും അവന്റെ യഥാർത്ഥ വില എന്താന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല.
അവൻ പത്മയുടെ മകനാടി. കോടീശ്വരിയായ പത്മയുടെ മകൻ. ഒരു രാജകുമാരനെ പോലെ ജീവിക്കേണ്ട അവൻ അകത്ത് ചാൻ കിടക്കുന്നവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അമ്പല നടയിൽ ചെന്ന് കൈ നീട്ടിയ നിനക്കൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല.